പരിണിതപ്രജ്ഞരായ പരിചയസമ്പന്നരായ ആളുകളുണ്ട്. അതോടൊപ്പം യുവാക്കളുടെ മികച്ച പ്രാതിനിധ്യമുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രാതിനിധ്യമുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 2 വനിതകൾക്ക് മുസ്ലിം ലീഗ് സീറ്റുകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. കാലഘട്ടത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ലിസ്റ്റാണ് സയ്യിദ് സാദിഖ് അലി തങ്ങൾ ഇവിടെ പ്രഖ്യാപിച്ചത്. നല്ല ഒരു യുവനിരയും സ്ത്രീ പ്രാതിനിധ്യമൊക്കെ അടുത്ത അസംബ്ലിയിൽ ഉണ്ടാവും. അതോടൊപ്പം ലെജിസ്ലേച്ചർ വിജ്ഞാനമുള്ള പരിചയസമ്പന്നരായ ആളുകൾ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ നേതൃത്വത്തിൽ ടി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, മഞ്ഞളാംകുഴി അലി സാഹിബ്, അതുപോലെ തന്നെ ടി കെ ബഷീർ തുടങ്ങിയിട്ടുള്ള നല്ല തഴക്കവും പഴക്കമുള്ള നിയമസഭയിലെ എല്ലാ നടപടിക്രമങ്ങളെക്കുറിച്ചും ഒക്കെ നല്ല ബോധ്യമുള്ള ആളുകളുണ്ട്. അവരോടൊപ്പം നല്ല യുവാക്കളുടെ നിരയുണ്ട്. സ്ത്രീ പ്രാതിനിധ്യമുണ്ട്. പ്രാദേശികപരമായി എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ട് വളരെ അമാസിംഗ് ആയ ലിസ്റ്റാണ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ പുറത്തുവിട്ടത്. തീർച്ചയായിട്ടും ജനം അത് സ്വീകരിക്കും. വമ്പിച്ച മുന്നേറ്റം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ കഴിച്ചു. തീർച്ചയായും ഇതിൽ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ MK മുനീറിന് ഇത്തവണ സീറ്റില്ല. അപ്പോൾ ഇദ്ദേഹം മത്സരിക്കരുതെന്ന് ഒരു വിഭാഗം ആളുകൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി വലിയ ചർച്ചകളൊക്കെ നടത്തിയിരുന്നു. ഇതേ തുടർന്നാണോ അതോ ആരോഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മുനീർ ഒഴിവായി നിൽക്കുകയാണോ? അല്ല, അത്തരം കാര്യങ്ങളൊന്നും ഇപ്പം പറയാനായിട്ടില്ല. MK മുനീർ ഏറ്റവും മുതിർന്ന പാർട്ടിയുടെ നേതാവാണ്. അദ്ദേഹം അടക്കമുള്ള മുതിർന്ന നേതാക്കളുമായി ഒരു ഫൈനൽ ചർച്ച നടത്തി അവരെയൊക്കെ കൺവിൻസ് ചെയ്യിച്ചിട്ടേ ബഹുമാനപ്പെട്ട തങ്ങൾ ഇതൊക്കെ പ്രഖ്യാപിക്കുള്ളൂ. തങ്ങളുടെ ഈ പ്രഖ്യാപനത്തിൽ പ്രയാസമുള്ള ആരും തന്നെ മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ അകത്തുണ്ടാവില്ല. PK കുഞ്ഞാലിക്കുട്ടി ഇത്തവണ ഒരു ടെസ്റ്റ് ഉണ്ട്. വേങ്ങരയ്ക്ക് പകരം മലപ്പുറത്ത് നിന്നാണ് അല്ലെ ജനവിധി തേടുന്നത്. KM ഷാജിനെ വേങ്ങരയിൽ എത്തിക്കുകയാണ്. വലിയൊരു മാറ്റം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? തീർച്ചയായും പാർട്ടിയുടെ മുൻനിരയിൽ നിന്ന് അതിശക്തമായി പാർട്ടിക്ക് വേണ്ടി പോരാടുന്ന നേതാക്കൾക്ക് മാന്യമായ പ്രാതിനിധ്യമാണ് കൊടുത്തത്. കുഞ്ഞാലി സാഹിബ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു സ്റ്റേറ്റ് നാഷണൽ ഫിഗറാണ്. അദ്ദേഹത്തിന് 140 മണ്ഡലത്തിലും പോകേണ്ട ഒരാളാണ്. അപ്പൊ സ്വാഭാവികമായും അദ്ദേഹത്തിനെ മലപ്പുറത്ത് അദ്ദേഹത്തെ നിർത്തണമെന്നാണ് പാർട്ടിയുടെ താല്പര്യം. അല്ലാതെ PK കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ താല്പര്യമല്ല. പാർട്ടി പറയുന്നു മലപ്പുറത്ത് നിൽക്കണം. സ്വാഭാവികമായും അതുവഴി വേങ്ങര എന്ന സീറ്റിൽ പാർട്ടിയുടെ ഒരു പ്രധാന മുഖമാണ് KM ഷാജി. അദ്ദേഹം അസംബ്ലിയിൽ ഉണ്ടാകണമെന്ന് പാർട്ടി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാ മേഖലയും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ പ്രധാന നേതാക്കളെ പരമാവധി ഉൾക്കൊള്ളിച്ചും കൊണ്ടാണ് ഈ ലിസ്റ്റ് ഉണ്ടാക്കിയത്. പിന്നെ നിങ്ങൾക്കറിയല്ലോ, 10-40 ലക്ഷം മെമ്പർഷിപ്പുള്ള മുസ്ലിം ലീഗ് എന്ന മഹാപ്രസ്ഥാനത്തിന് ആകെ 27 സീറ്റിലേ മത്സരിക്കാൻ അവസരമുള്ളൂ. അതിൽ തന്നെ പരിചയസമ്പന്നരായ കുറച്ച് പേരെ നിലനിർത്തണം. ബാക്കി വളരെ ചുരുക്കം പേർക്ക് മത്സരിക്കാൻ അവസരം കൊടുക്കാൻ പാർട്ടിക്ക് കഴിയുള്ളൂ. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, മുസ്ലിം ലീഗ് ഹൈ പ്രൊഫൈലുള്ള ധാരാളം ആളുകളുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് എല്ലാവരെയും അസംബ്ലിയിൽ എത്തിക്കാനൊന്നും മുസ്ലിം ലീഗിന് കഴിയില്ല. അപ്പൊ തീർച്ചയായും പരിമിതികളിൽ നിന്നുകൊണ്ട് നിയോജകമണ്ഡലം, അതേമാതിരി ജില്ല, പ്രാദേശികം, ഇങ്ങനെ ഒരുപാട് ഘടകങ്ങളൊക്കെ നോക്കിയിട്ടാണ് പാർട്ടി ഓരോരുത്തർക്ക് അവസരം കൊടുക്കുക. തീർച്ചയായും ഇനി നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് പുനലൂർ, ചേലക്കര എന്നീ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളമാണ്. എന്താണ് അവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യം, അത് അറിയാൻ സാധിക്കുമോ? അതായത് പുനലൂർ സീറ്റ് കോൺഗ്രസിനാണ് കൂടുതൽ വിജയസാധ്യത ഉള്ളത്. കോങ്ങാട് സീറ്റും കോൺഗ്രസിന് കൂടുതൽ വിജയസാധ്യതയുണ്ട്. അത് മുസ്ലിം ലീഗ് മനസ്സിലാക്കുന്നു. ലീഗ് മാത്രം ജയിച്ചു കയറിയാൽ പോരല്ലോ, കൂടെ കോൺഗ്രസും മതിയായ എണ്ണം വിജയിച്ച് വന്നാലേ നമുക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അത് മുസ്ലിം ലീഗിന് നല്ല ബോധ്യമുണ്ട്. അപ്പൊ ലീഗിനേക്കാളും സാധ്യത അവിടെ കോൺഗ്രസിനാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് പെൻഡിങ് വെച്ചിരിക്കുന്നു. കോൺഗ്രസിന് കൊടുത്തിരിക്കുന്നു. പകരം കോൺഗ്രസ് എന്ത് തരും എന്നത് 2 ദിവസം കാത്തിരിക്കുകയാണ്. തീർച്ചയായും കോൺഗ്രസ് അതിന് പകരമുള്ള സീറ്റ് തരുമെന്ന പ്രതീക്ഷയിലാണ് ലീഗ് നിൽക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.